ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും തിരുവചനം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടടുത്ത് വരുന്ന സകലരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ രാവിലെയുള്ള ദൈവവചന ചിന്ത എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 28-ാം വാക്യം വായിക്കുന്നു. ഇയ്യോബ് 22:28. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തിൻ്റെ നന്മ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയ, നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്ന, പ്രതിസന്ധികൾ ജീവിതത്തിൽ ഇത്തിരി കണ്ട ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവരാണോ നിങ്ങൾ? മുൻപിലോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ എല്ലാ വാതിലുകളും അടയപ്പെട്ടാണോ ഇരിക്കുന്നത്? രക്ഷപ്പെടത്തില്ലെന്ന് സാഹചര്യവും ചുറ്റുപാടുകളും നിങ്ങളെ നോക്കി വിധി എഴുതി വച്ചിരിക്കുകയാണോ? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, നിരൂപിക്കുന്നത്, സ്വപ്നം കാണുന്നത്, ആഗ്രഹിക്കുന്നത് സാധിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആമേൻ. സാഹചര്യം അനുകൂലമല്ലെങ്കിലും പ്രവർത്തിക്കുന്ന ദൈവകരമുണ്ടെന്ന് ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ആകുലതയോടെയാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ വാക്യം മുറുകെ പിടിക്കുക. ഈ തിരുവചന ഭാഗത്തിന്റെ ആരംഭ ഭാഗത്ത് പറയുന്നു, നീ ഒരു കാര്യം നിരൂപിക്കും. കഴിഞ്ഞ കുറെ നാളുകൾ കൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ ഈ പ്രഭാതം വലിയ ദൈവപ്രവർത്തികൾക്ക് മുഖാന്തരമായി തീരട്ടെ. നമുക്കറിയാം, സാഹചര്യങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ മുൻപിൽ കണ്ടിട്ട് മനസ്സ് തകർന്നുപോയ അനേകം പേരുടെ ചരിത്രം തിരുവചനത്തിനകത്തുണ്ട്. ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു വിജയം ജീവിതത്തിൽ നേടാൻ കഴിയാത്തവർ, ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തിച്ചേരുവാൻ കഴിയാത്തവർ, ആഗ്രഹിക്കുന്ന നിലയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റാതെ വേദനയോടെ ഇരിക്കുന്നവർ. എന്നാൽ ഈ വാക്യം വ്യത്യസ്തമായിട്ട് എഴുതിയിരിക്കുകയാ, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. ആമേൻ. ദൈവത്തിൻ്റെ കൃപയാൽ ചിലത് സാധിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ മുൻപിൽ വരാനായി പോകുന്നത്. അങ്ങനെ തന്നെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാമോ? മക്കളെക്കുറിച്ച്, വീടിനെക്കുറിച്ച്, ഭാവിയെയും ജോലിയെയും ഒക്കെ കുറിച്ച് നിരൂപിക്കുന്നത് നടക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. എപ്പോഴാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിരാശ കടന്നു വരുന്നത്? ചിന്തിക്കുന്നത് പോലെ, ആലോചിക്കുന്നത് പോലെ മുന്നേറാൻ കഴിയാതെ വരുമ്പോഴാണ് നിരാശയും ഭാരവും ജീവിതത്തിൽ കടന്നു വരുന്നത്. അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്കുണ്ടായിരിക്കും. എന്നാൽ പുതിയൊരു സന്ദേശം ബൈബിൾ ഈ പ്രഭാതത്തിൽ നമ്മളോട് പറയുകയാ, നീ നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു കാര്യം നിരൂപിക്കും. നീ നിന്റെ ഭവനത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സഭയെക്കുറിച്ചുമെല്ലാം ഒരു കാര്യം നിരൂപിക്കും. എന്നിട്ട് എഴുതിയിരിക്കുന്നു, അത് നിനക്ക് സാധിക്കും. നിശ്ചയമായിട്ടും ദൈവം ചിലത് സാധിപ്പിച്ചു തരുന്ന ദിവസങ്ങളായി തീരട്ടെ. സെക്കൻഡ് പാർട്ടായിട്ട് ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും.
ജീവിതം ഇരുളായി പോയ, ഇരുട്ടിന്റെ അവസ്ഥകളിലൂടെ രാത്രിയും പകലും മുൻപോട്ട് പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ എവിടെയോ ഒരു വെളിച്ചം പ്രകാശിക്കുമെന്നല്ല, നിന്റെ വഴികളിൽ എന്ന് പറഞ്ഞാൽ നിനക്ക് പോകുവാനുള്ള മാർഗങ്ങളിൽ വെളിച്ചം വെളിപ്പെടുവാനായി തീരും. പ്രിയരെ, വെളിച്ചം പ്രകാശിക്കുവാൻ തുടങ്ങിയാൽ ഇരുള് പിന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ കരഞ്ഞുകൊണ്ട്, വേദനിച്ചുകൊണ്ട്, ആകുലതയോടെ അടുത്ത സ്റ്റെപ്പ് എന്തെന്നറിയാൻ കഴിയാതെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് നിരാശയോടെ ഇരിക്കുന്നവർ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നെഞ്ചിൽ കൈവച്ചിട്ട് പറ, നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കുമെന്ന് പറഞ്ഞാൽ നീ ഇരുട്ടത്ത് നടക്കേണ്ടി വരത്തില്ല, തപ്പിത്തടയേണ്ടി വരത്തില്ല, കുഴിക്കകത്ത് നീ വീണു പോകത്തില്ല. കാരണം പ്രകാശത്തിൽ നടക്കത്തക്ക നിലയിൽ ദൈവകൃപ കൃപമേൽ കൃപയായി ഓരോരുത്തരുടെ മീതെയും വെളിപ്പെടുവാനായി പോകുക. ആമേൻ. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം പകലിൽ മേഘസ്തംഭമായും രാത്രി അവരുടെ വഴികളിൽ അഗ്നിസ്തംഭമായും കൂടെ ഇരുന്നു. എന്തിനാ? ദൈവം പ്രകാശഗോളങ്ങളായി ഈ ജനത്തോടു കൂടെ ഇരുന്നത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, രാത്രിയിലെ തണുപ്പ് ഇവരുടെ യാത്രയെ ബാധിക്കാതിരിക്കാൻ. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഇവർ നടന്നു പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ കുഴിക്കകത്ത് പതിച്ച് തകർന്നു പോകാതിരിക്കാൻ. പ്രിയരെ, വഴികളിൽ വെളിച്ചമുദിച്ചാൽ ലക്ഷ്യത്തിലേക്ക് വേഗം അടുക്കുവാനായി കഴിയും. നമുക്കറിയാം, ഒരു കാലം വരെ ലൈറ്റ് ഹൗസുകൾ ഉണ്ടായിരുന്നു. എന്തിനാ കടൽ തീരങ്ങളിൽ ലൈറ്റ് ഹൗസുകൾ ഫിറ്റ് ചെയ്തിരുന്നത്? സമുദ്രത്തിന്റെ അങ്ങകലെ നിന്ന് തിരമാലകളോടും കാറ്റിനോടും ഒക്കെ പടപെട്ട് വരുന്ന കപ്പലുകൾ തീരത്തണയേണ്ടതിന് ഈ ലൈറ്റ് ഹൗസുകൾ പ്രയോജനമായിരുന്നു, ഒരു കര എത്തിച്ചേരേണ്ടതിന്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിങ്ങളുടെ വഴികളിൽ കൂരിരുട്ട് കയറത്തില്ല, തപ്പിത്തടയേണ്ടി വരത്തില്ല. വെളിച്ചം പ്രകാശിക്കുന്ന ദൈവകൃപയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമായി തീരട്ടെ. നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് സമൂലമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം ദൈവത്തോട്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. വലിയ ദൈവപ്രവർത്തികൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് സർവശക്തൻ സഹായിക്കും, കരുണയുള്ള കരങ്ങളിൽ വഹിക്കും, ദൈവിക നന്മകളെ കൊടുക്കും. വഴികളിൽ വെളിച്ചം പ്രകാശിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറുകളായി തീരട്ടെ. തിരുകരങ്ങളിലേക്ക് എല്ലാവരെയും ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന് അധികാരമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.